സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമേകി വിവിധ വകുപ്പുകളിലെ PSC റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാൻ തീരുമാനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ സമർപ്പിച്ച നിർദ്ദേശത്തിന് PSC യോഗം പച്ചക്കൊടി കാട്ടുകയായിരുന്നു. ഇതനുസരിച്ച് മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കേണ്ടിയിരുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് ഈ വർഷം നവംബർ 30 വരെ കാലാവധി നീട്ടി. സംസ്ഥാന തലത്തിലുള്ള 65ലധികം ലിസ്റ്റുകൾക്കും വിവിധ ജില്ലകളിലെ 30ഓളം ലിസ്റ്റുകൾക്കും ഈ തീരുമാനത്തിൻ്റെ പ്രയോജനം ലഭിക്കും. കോളേജ് അധ്യാപക തസ്തികയിൽ ഉൾപ്പെടെയുള്ള 100ലധികം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ നടപടി വലിയ തുണയാകും. തെരഞ്ഞെടുപ്പ് കാലത്ത് പല സർക്കാർ വകുപ്പുകളും തങ്ങളുടെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ വിമുഖത കാണിച്ചതാണ് ഉദ്യോഗാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയത്. അർഹമായ നിയമനം നടക്കാതെ പോയതോടെ ഉദ്യോഗാർത്ഥികൾ സർക്കാരിനെ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് കാലാവധി നീട്ടി നൽകാൻ പുതിയ ഭരണകൂടം PSCക്ക് ശുപാർശ നൽകിയത്. സാധാരണയായി നിയമന നിരോധനം പോലുള്ള അസാധാരണ സാഹചര്യങ്ങളിലാണ് PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നത്. മുൻപ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ലോക്ക്ഡൗൺ മൂലം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ച ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകിയിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഉദ്യോഗാർത്ഥികളുടെ താൽപ്പര്യം മുൻനിർത്തി ഇത്തരമൊരു അടിയന്തര നടപടി ഉണ്ടാകുന്നത്.